ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ആലിയ കട്ട് മോഡലിൽ വരുന്ന ഒരു പെപ്ലം ടോപ്പാണ്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൻ്റെ ക്ലോത്താണ്. ഇത് ഒരു 1.5 മീറ്ററിലും കുറച്ച് കൂടുതലായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പെപ്ലം ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഈ ഒരു തുണിയുടെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് ലെവലാക്കി വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. എനിക്കിപ്പോൾ വേണ്ടത് 14 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 15 ഇഞ്ചിലാണ് ഞാനിവിടെ യോക്ക് പോർഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. മുകൾ ഭാഗം കൂടെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതവിടെ തുണീനെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു, അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എനിക്ക് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം യോക്കിൻ്റെ ലെങ്ത്ത് വരേണ്ടത് 14 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ 15 ഇഞ്ചിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് നമുക്ക് മുകൾ ഭാഗം ഷോൾഡർ അടിക്കാനും 1/2 ഇഞ്ച് താഴത്തെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ചാണ്. അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം താഴത്തേക്കും 6.5 ഇഞ്ച് തന്നെയാണ്. അതിന് മുന്നേ നമ്മളൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി വിട്ടതിന് ശേഷമാണ് താഴത്തേക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് വരച്ചു കൊടുക്കുക. ആ ഒരു ലൈന് നമ്മൾ നീട്ടി വരയ്ക്കുകയാണ്. ഇതിലാണ് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ചെസ്റ്റ് വരുന്നത് 34ആണ്. 34ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് 28ആണ്. അപ്പോൾ 28ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 7 ഇഞ്ചാണ് കിട്ടുക. 7 പ്ലസ് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഇനി നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. ശേഷം ഈ ഒരു പോയിൻറ്റും ഇതും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു പോയിൻറ്റിലേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ആം റൗണ്ട് 16ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാഫ് 8 ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 8 കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആം റൗണ്ട് കിട്ടണില്ല വെച്ചാൽ ഈ ലൈനൊന്ന് താഴത്തേക്ക് വരച്ചിട്ട് വീണ്ടും ആം ഹോൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് വരച്ച് കറക്റ്റാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ആം ഹോൾ കിട്ടിയത് കൂടുതലാണെന്നുണ്ട് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലൈനൊന്ന് മുകളിലേക്ക് വരച്ച് കൊടുത്തിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും തമ്മിലൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു വി ഷേപ്പിലുള്ള നെക്കാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു കർവ് ആയിട്ടുള്ളൊരു വി ഷേപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്കിലത്തെ നെക്കിൻ്റെ ലെങ്ത്തായിട്ടൊരു 3 ഇഞ്ചേ കൊടുക്കണുള്ളൂ. അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ആലിയ കട്ടിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ചിലാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഈ 4 ഇഞ്ച് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് ഇവിടെ തയ്ച്ചു പോകും. അപ്പോൾ ഒരു 3.5 ഇഞ്ചാണ് എനിക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കണത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഈ ഒരു പോയിൻറ്റിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ 2 ആം ഹോളൊന്ന് കുഴിച്ച് വരയ്ക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ വരച്ചിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ബാക്ക് ആം ഹോൾ കട്ട് ചെയ്യാം. ഷോൾഡർ സ്ലോപ്പും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇനി ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. ആദ്യം തന്നെ ഈ നെക്കിൻ്റെ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക. അതിന് ശേഷം നമുക്ക് ഇനി
ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് നെക്ക് കട്ട് ചെയ്തു. ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമ്മുടെ ഈ ഒരു ആലിയ കട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഒരു 3 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബാക്ക് പാർട്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലേക്കുള്ള ഫ്രില്ലിടണ ഭാഗം കട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 25 ഇഞ്ചാണ്. അതിൽ നമ്മൾ 14 ഇഞ്ച് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 11 ഇഞ്ചാണ് ഇതിൽ വേണ്ടത്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് 12 ഇഞ്ചിലാണ് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയണത് നമ്മുടെ ഈ ഒരു പോർഷനില്ലേ ഇതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ എടുക്കാൻ പോണത്. എനിക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 17 ഇഞ്ചാണ് കിട്ടണത്. 17ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 34 ഇഞ്ചാണ്. 34 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്കിതിന് ചെറിയ രീതിയിൽ ഫ്രില്ലിട്ട് എടുക്കാം. എനിക്കിപ്പോൾ ഇത് 44 ഇഞ്ച് വീതിയുള്ള തുണി കൊണ്ട് ഞാൻ ഈ ഒരു തുണി ഫുള്ളായിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ വിഡ്ത്തിൻ്റെ ഇരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഫ്രില്ല് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തോനെ ഫ്രില്ലൊക്കെ വേണമെച്ചാൽ നിങ്ങൾ വീതിയുള്ള തുണി എടുത്തിട്ട് ചെയ്യാവും നല്ലത്. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇത് സാധാരണ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യണത് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള പീസായിട്ടാണ്. ഞാനിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഇത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തുല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ് ഇത്. ഇനി നമുക്ക് ഇവിടേക്ക് ഫ്രില്ല് ഇട്ടിട്ട് വരുമ്പോൾ ഈ ഒരു ലെങ്ത്ത് ഇതിപ്പോൾ ഒരു 4 ഇഞ്ചാണ്. ആ ലെങ്ത്ത് ഇവിടെ നമ്മൾ കൂടുതൽ എടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രില്ല് ഇടുന്ന പീസാണിത്. അതിൽ നമ്മളിത് സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഫ്രില്ല് ഇടുമ്പോൾ ഇത് കറക്റ്റായി കിട്ടാൻ നമ്മളിത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് ഇതിലേക്ക് വരച്ചു കൊടുക്കുക. നമ്മൾ ഇതിൽ എത്രയാണോ കട്ട് ചെയ്ത് കളഞ്ഞ് അത് ഈ ഒരു രീതിയിൽ ഈ ഒരു പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി ഫ്രില്ലിട്ട് വരുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും. ഇവിടെ ഈ ഒരു രീതിയിൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിതാ ഈ ഒരു രീതിയിൽ ഇവിടെ ചേർത്ത് വെച്ചിട്ട് ഫ്രിൽസ് ഇട്ടിട്ട് ഇതിനോട് ചേർക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും. താഴ്ഭാഗത്ത് നമ്മൾ 16 ഇഞ്ചിലായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് സെൻറ്റർ ചേർത്ത് വയ്ക്കുക. ശേഷം നമ്മൾ പ്ലേറ്റ്സുകൾ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് 2ആയി മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് എനിക്കിപ്പോൾ 22 ഇഞ്ചായിരുന്നു വേണ്ടത്. ഇതിലിപ്പോൾ ഒരു 21.5 ഇഞ്ച് കിട്ടണുള്ളൂ. ആ ഒരു ലെങ്ത്ത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുകയാണ്. ലെവൽ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ എത്ര വരുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചത് എടുക്കുക. എന്നിട്ട് ഒന്ന് അളന്ന് നോക്കുക. 9 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 8 ഇഞ്ചാണ് ഇതിൽ ഈ ഒരു സ്ലീവിൻ്റെ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യാൻ പോണത്. 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇനി താഴ്ഭാഗത്തേക്ക് ഒരു 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണത്. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് കാണുക. അപ്പോൾ ഇവിടെ ഒരു 7.25 കിട്ടണത്. ഇതിൻ്റെ നേർ പകുതി നമ്മൾ
മാർക്ക് ചെയ്യാണ്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് അതായത് ഈ പോയിന്റിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് നമുക്ക് 9 കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഉൾഭാഗത്തേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടുത്തെ ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഈ 2 പോയിന്റുകളും തമ്മിലൊന്ന് ചേർത്ത് വരയ്ക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഒന്ന് കുഴിച്ച് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. ശേഷം നമ്മളിത് ഈ ഒരു രീതിയിലൊന്ന് അടയാളപ്പെടുത്തുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇപ്പോൾ ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു തുണിയുടെ ഇതിപ്പോൾ റോങ് സൈഡുകൾ തമ്മിലാണ് ചേർന്ന് കിടക്കുന്നത്. ഈ ഒരു രീതിക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനൊന്ന് കുഴിച്ച് വെട്ടുകയാണ്. നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുഴിച്ച് വെട്ടിയത് ഈ ഭാഗം എന്നറിയാം ഇവിടെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഇപ്പോൾ ഇതിനൊരു ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ കറക്റ്റ് കളർ ഇല്ലാത്ത കാരണം ഞാൻ കളർ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിതിൻ്റെ ബാക്ക് പീസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആദ്യം ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് വയ്ക്കുക. നെക്ക് ഞാനിപ്പം കട്ട് ചെയ്യണില്ല, ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ബാക്ക് പീസാണ്. നമുക്കിത് നെക്ക് അടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ലൈനിങ് ഞാൻ ഈ ഒരു യോക്ക് പീസിന് മാത്രമേ വെച്ച് കൊടുക്കണുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും ഈ ഒരു തുണിയുടെ നല്ല ഭാഗവും തമ്മിൽ നമ്മളിതിവിടെ ചേർത്ത് വയ്ക്കുകയാണ്. ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു പെൻ കുത്തി കൊടുക്കുക. ഇനി നമ്മളൊരു 1/2 ഇഞ്ചിൽ ഇതൊന്ന് വരച്ചിട്ട് ഈ ഒരു പോയിന്റിൽ കൂടെ മാർക്ക് ചെയ്തടുത്ത് കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 1/2 ഇഞ്ചിലാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് വരുമ്പോൾ കറക്റ്റായിട്ട് സൂചി ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം നേരെ നമ്മളിത് മോൾ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കോർണർ വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതുപോലെ എല്ലാ ഭാഗത്തും കട്ടിങ് കൊടുക്കുകയാണ്. ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. നമ്മളിതിനൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് നെക്ക് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലെ നെക്കും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗവും ചേർത്ത് വെച്ച് കുറച്ച് പിൻ കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ചിൽ നെക്ക് അടിച്ചെടുക്കുക. അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം 1/2 ഇഞ്ചിൽ ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. നമ്മളെല്ലാ വീഡിയോസിലും ഇത് കറക്റ്റായിട്ട് കാണിക്കാറുണ്ട്. അതേ രീതിക്ക് തന്നെയാണ് ഞാനിവിടെ ഷോൾഡറുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത ഷോൾഡറും ഇതേ രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്ക് ഭാഗത്തൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്റർ പോയിന്റുകൾ ചേർത്ത് വെച്ച് നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ടാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് അടിച്ചു പോവുക. അതിനുശേഷം വീണ്ടും സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെ തിരിച്ചും അടിച്ചെടുക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ മറ്റേ സ്ലീവ് നമ്മൾ അടിച്ചെടുക്കണം. അതിനുശേഷം ആ സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഒന്ന് മടക്കി അടിക്കുക. ഇനി നമുക്ക് യോക്ക് പീസും ആ ഫ്രില്ലിടാനും വെച്ച പീസും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ആ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ആദ്യം ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് അടിച്ചു പോരുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇടുക. ലാസ്റ്റ് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നു, അവിടേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി ബാക്ക് പാർട്ടിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ 2 തുണി ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിലുള്ള ചെറിയ ചെറിയ പ്ലീറ്റുകൾ തന്നെയാണ് ബാക്ക് പാർട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പാർട്ട്.
ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട് വരുന്നത്. ഇനി നമുക്ക് ബോഡി പാർട്ട് ഒന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇതിൽ തന്നെ താഴ്ഭാഗം വരെ അടിച്ചു പോരുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെപ്ലം ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.